Valentine's Day. Thank you, my dear. How is it? Awesome. എങ്ങനെയുണ്ട്? Super. Hi dears, welcome back to my YouTube channel. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, ഒരു സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ സർപ്രൈസിങ് വീഡിയോ. എൻ്റെ കെട്ടിയവന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഒന്ന് സർപ്രൈസ് ചെയ്യാമെന്ന് കരുതി. വലിയ ഇടിവെട്ട് സാധനങ്ങളോ വെടിക്കെട്ട് ഗിഫ്റ്റുകളോ ഒന്നുമില്ല, ചെറിയൊരു സർപ്രൈസ്. ഇന്നിപ്പോൾ February 13th നൈറ്റാണ്, സമയം ഇപ്പോൾ 8 മണിയായി. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എനിക്കും വളരെ സർപ്രൈസിങ് ആണ്. കാരണം വൈകുന്നേരമാണ് ഈ ഒരു വീഡിയോനെ പറ്റി പ്ലാൻ ചെയ്യുന്നത് തന്നെ. കുറച്ച് പ്ലാനിങ് മനസ്സിലുണ്ടായിരുന്നെങ്കിലും വൈകുന്നേരമാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. ഈ സെപ്റ്റോ ഉള്ളത് കൊണ്ട് മാത്രം പ്രാവർത്തികമായൊരു വീഡിയോ ആണിത്. കാരണം സർപ്രൈസിങ് ആയതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് ഒന്നും വാങ്ങാനുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് സെപ്റ്റോയിൽ കയറി നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഓർഡർ ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ഓർഡർ ചെയ്യുന്നത്. വിത്തിൻ 10 minutes സംഭവം നമ്മുടെ വീട്ടിലെത്തി. ഓർഡർ ചെയ്തെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സെപ്റ്റോന്ന് വന്ന ഒരു കവറ്. നല്ല ഭംഗിയുള്ളൊരു കവറൊക്കെ വന്ന് ഒരു വാലന്റൈൻസ് ഡേയുടെ ഒരു ബാനർ, ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞൊരു ബാനർ, പിന്നെ കുറച്ച് റെഡ് ബലൂൺസ്, പിന്നെ മെയിൻ സാധനം ഇവിടെ ചോക്ലേറ്റ്. ഇതാണ് ഇന്ന് കൊടുക്കാവുന്ന സർപ്രൈസ് ഗിഫ്റ്റ്. നമ്മുടെ പപ്പയും മോളും താഴത്ത് നിന്ന് വണ്ടി കഴുകണേണ്, നമ്മുടെ ബൈക്ക് കഴുകണേണ്. അപ്പം ആ ഒരു ഗ്യാപ്പിൽ ആരും മുകളിലേക്ക് വരരുത്, എനിക്ക് കുറച്ച് ഷൂട്ടുണ്ട്, ഞാൻ ആ ഷൂട്ട് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരാം, ഞാൻ പറയുമ്പോൾ മാത്രം മുകളിലേക്ക് വന്നാൽ മതി, എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യരുതട്ടാന്നും പറഞ്ഞ് കൊച്ചിനെ പപ്പനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. പപ്പയും മോളും അവിടെ നിന്ന് വണ്ടി കഴുകണേണ്. ആ കാഴ്ച ഞാൻ കാണിച്ചു തരാം. പപ്പയും മോളും നല്ല തിരക്കിട്ട പടയിലാണ്. ആ ഗ്യാപ്പിലാണ് ഞാനിങ്ങോട്ട് ഓടി വന്നത്. പ്രത്യേകം പറഞ്ഞായിരുന്നു ഒരു ഷൂട്ട് ഉണ്ടെന്ന്. എനിക്ക് ആകെയുള്ളൊരു ഡൗട്ട്, ഈ ചോക്ലേറ്റ് ആ സമയം ആകുമ്പോഴേക്കും മെൽറ്റായി പോകുമെന്നൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ റൂമിൽ വന്ന് നമ്മുടെ റൂം കുറച്ച് മെസ്സി ആയിരുന്നു. സോ ചെറിയ രീതിയിൽ ക്ലീനപ്പൊക്കെ ചെയ്തു. ഇനി നമുക്ക് ഈ ബെഡ്ഷീറ്റ് ഒരു റെഡ് ബ്ലാങ്കറ്റ് വെക്കണം. ആ ഒരു ഭാഗത്താണ് നമ്മൾ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബെഡിൻ്റെ മുകളിലായിട്ട്. പിന്നെ ആ ഒരു ടേബിളിൽ കുറച്ച് ലാമ്പ് സെറ്റ് ചെയ്യാമെന്ന് കരുതുന്നത്. പെട്ടെന്നുള്ള ഒതുക്കലായതുകൊണ്ട് പല സാധനങ്ങളും പലയിടത്തായിട്ട് ഇരിക്കണേണ്. എൻ്റെ സ്റ്റുഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്താണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ സ്റ്റുഡിയോ. കുറച്ച് ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റെല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യണം, ബാനറിൻ്റെ അവിടെ. പിന്നെ ബെഡ്ഷീറ്റ് ഒരു റെഡ് ബ്ലാങ്കറ്റ് വിരിക്കണം. ആ ഒരു ഭാഗത്തും എന്തെങ്കിലും ഒരു ബ്ലാങ്കറ്റ് വെച്ച് സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. സോ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കൊച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പം അതിന് മുന്നേ കാര്യങ്ങളെല്ലാം ടപ്പ എന്ന് വേഗം ചെയ്യണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഞാൻ ആ ബാനർ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി. അത് കാണിച്ചു തരുമ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഞാനും വളരെ സർപ്രൈസിങ് ആണ്, കാരണം ആദ്യമായിട്ടാണ് സെപ്റ്റോ ഒന്ന് ഓർഡർ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ ബാനർ. നമുക്കത് പെട്ടെന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഈ ഒരു രീതിയിലാണ് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ് വന്നതെന്നാണ് കാണിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് വരുന്നതെന്നാണ് കാണിക്കുന്നത്. സോ പടയപ്പാ ഈ ഒരു റിബണിലാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഓ മൈ ഗോഡ്, ഇത് കഴിഞ്ഞിട്ട് ബലൂൺ വീർപ്പിക്കണം. സോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഹോൾസ് ഉണ്ട്. ആ ഹോളിൽ കൂടെ കയറ്റി പോയാൽ ഈസി ആയിരിക്കും എന്ന് കരുതുന്നു. സമയമില്ലാത്ത സമയത്ത് ഓരോ പരീക്ഷണങ്ങൾ. നമ്മുടെ ഹാപ്പി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി താഴെ വാലന്റൈൻസ് ഡേ കൂടി സെറ്റാക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വള്ളി കയറ്റണം.
ഇനി ഈ സാധനത്തിലൊന്ന് ഞാൻ വള്ളി കയറ്റണം. കഷ്ടപ്പെട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഐ വെക്കാൻ മറന്നുപോയി. അവസ്ഥ. വാലന്റൈൻസ് ഡേ. ഓക്കെ, അത് സെറ്റായി. സ്പെല്ലിങ് തെറ്റിപ്പോയി. വെൽക്കം ആവും എന്നുള്ള പേടിയായിരുന്നു. കഷ്ടപ്പെട്ടെല്ലാം സെറ്റ് ചെയ്തപ്പോഴേക്കും ഈ ഐ മിസ്സായിപ്പോയി. പിന്നെ ഐ ഇടയിൽ കയറ്റിയതാണ്. വാട്ട് എവർ, നമ്മുടെ ഹാപ്പി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടിയിൽ വാലന്റൈൻസ് ഡേ കൂടെ സെറ്റാക്കണം. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. സോ നമ്മുടെ ഹാപ്പി വാലന്റൈൻസ് ഡേ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് ബലൂൺസ് ഉണ്ട്, ഒരു 10-30 ബലൂൺസ് ഉണ്ട്, റെഡ് ബലൂൺസ്. അതൊന്ന് വീർപ്പിക്കണം. ശ്വാസം വലിച്ച് വീർപ്പിക്കാനുള്ള ആവതില്ലാത്തതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും നമ്മൾ ബലൂൺ വീർപ്പിക്കാനുള്ള സാധനം ഇവിടെ ഉണ്ട്. അത് വെച്ച് പമ്പ് ചെയ്ത് വീർപ്പിക്കാമെന്ന് കരുതുന്നു. ഹറിബറിയായിട്ട് നമുക്ക് വീർപ്പിക്കണം. ഈ ഒരു സാധനം വെച്ച് നമ്മളിന്ന് ബലൂൺ വീർപ്പിക്കാൻ പോണത്. ടപ്പടപ്പയിന്ന് ബലൂൺ വീർപ്പിക്കണം. 10-30 എണ്ണം ഉണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് വീർപ്പിച്ച് കെട്ടി തൂക്കിടണമൊന്നുമില്ല. കുറച്ച് നമ്മുടെ വാലന്റൈൻസ് ഡേ എഴുതിയ ഭാഗത്ത് നൊട്ടിച്ച് വെക്കണം. കുറച്ച് ബെഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെതറിടണം, താഴത്തൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. ലെറ്റ്സ് സീ. ഇത്ര ബലൂൺസ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത്ര ആയപ്പോഴേക്കും ഉപ്പാടിളകി. സംഭവം ഇങ്ങനെയാണ് വീർപ്പിക്കുന്നെങ്കിൽ അധികം വലുതാക്കാൻ നിൽക്കുന്നില്ല, കാരണം സമയമില്ല. സംഭവം ഇങ്ങനെയായാലും അത്ര എളുപ്പപ്പണിയൊന്നും അല്ല കേട്ടോ. കൈൻ്റെ ഉപ്പാടല്ലേ. കാണുമ്പോൾ രസമൊക്കെ ഉണ്ട്. പ്രതീക്ഷിച്ച പോലെ എല്ലാം ആയാൽ ഹാപ്പി. ഈ കണ്ട ബലൂണെല്ലാം വീർപ്പിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് കയറി വന്ന സ്റ്റെപ്സ് ഉണ്ട്. അതായത് ആ ഒരു എൻട്രൻസിൻ്റെ ഇവിടെ നിങ്ങാട് കുറച്ച് അവിടെ ഇവിടെയൊക്കെയായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ കരുതുന്നത്. ബെഡിൻ്റെ മുകളിൽ ഒരു റെഡ് ബ്ലാങ്കറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെതർ ഇടാന്നാണ് കരുതുന്നത്. പിന്നെ ബാനറിൻ്റെ സൈഡിലും. സോ അപ്പോൾ വേഗം ചെയ്യാം. നമ്മുടെ കൈ മൊത്തം സെലോ ടാപ്പ് എടുത്ത് വെച്ചേക്കണേണ്. നമ്മൾ കയറി വന്ന എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ബലൂൺസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈറ്റ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് ലൈറ്റ് സെറ്റ് ചെയ്യണം. ബാക്കി ബലൂൺസൊക്കെ ബെഡിൽ തന്നെ വെക്കാമെന്നാണ് കരുതുന്നത്. പിന്നെ ദെൻ ചേഞ്ച് ദ ബ്ലാങ്കറ്റ്. അത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു റെഡ് ബ്ലാങ്കറ്റാണ് വിരിച്ചാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ബലൂൺസ് വെറുതെ വിതറിയാൽ മതി. ഓൾമോസ്റ്റ് ഡൺ. ഇനി ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യണം, എന്നാലേ ആ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടുള്ളൂ. ടേബിൾ ഷീറ്റ് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 ചില്ലിൻ്റെ ഗ്ലാസ് ചുമ്മാ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഓർബിസില്ലേ, ഓർബിസ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കരുതുന്നത്. ഓർബിസ് ഓൾറെഡി നമ്മൾ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്ലാനിങ് നൈസായിട്ടത് പാളിയിട്ടുണ്ട്. ഡെക്കറേഷൻസ് കഴിയുമ്പോൾ എൻ്റെ അപ്പനും മോളും വന്ന് ഫ്രണ്ടിൽ വന്ന് ഓപ്പൺ ദ ഡോർ വിളിച്ചിട്ടിരിക്കുന്നതാണ്. ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. 1 മിനിറ്റ്. വലിയ രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ചുമ്മാ ലൈറ്റ്സൊക്കെ പലയിടത്തായിട്ട് അഴിച്ചിട്ട് വെച്ചാൽ ഡോറിൽ വന്ന് മുട്ടക്കൊണ്ടിരിക്കണം. എനിക്ക് വയ്യ. ഇങ്ങോട്ട് വന്ന അപ്പനെ മോളെ ഞാൻ പറഞ്ഞ് താഴത്തേക്ക് തന്നെ വിട്ടിട്ടുണ്ട്. ഡോറിൽ വന്ന് കുറേ മുട്ടിയതാണ്. പക്ഷേ അവിടെ പണിയൊന്നും കഴിയാത്ത കൊണ്ടിട്ട് അവർ താഴത്തേക്ക് തന്നെ വിട്ട്. ഇപ്പം ഞാൻ താഴത്തേക്ക് പോകുന്നതാണ്. നമ്മുടെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളൂ. ലൈറ്റൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ക്യാൻഡിൽ സെറ്റ് ചെയ്യാനുണ്ട്, അത് സെറ്റ് ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ താഴത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ മുകളിലേക്ക് കയറി വരും. പപ്പനെ മോളെ താഴത്ത് തന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് മുകളിലേക്ക് കയറി വരും. അപ്പോഴേക്കും പപ്പക്കും മോൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവുമെന്ന് തോന്നണം. സോ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ കാണാം. ഞാൻ ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തി. പപ്പയും മോളും ഇപ്പോഴും താഴത്താണ്. കുറച്ചും കൂടി പരിപാടി മുകളിലുണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ വിളിക്കുമ്പോൾ മാത്രം വന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് 2 പേരും അവിടെ ഇരുത്തേക്കണേണ്.
ചെറിയ രീതിയിൽ അവർക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പപ്പയ്ക്ക് എന്തോ ഒരു ചെറിയൊരു സ്മെല്ല് അടിച്ചിട്ടുണ്ട്. വാട്ടെവർ. നമ്മൾ വന്നപ്പോൾ നമ്മുടെ ബലൂൺസൊക്കെ കുറച്ച് അവിടെയൊക്കെ ആയിട്ട് പൊട്ടി, ഐ മീൻ താഴ്ത്ത് വെച്ച സ്റ്റിക്ക് ചെയ്ത സെലോ ടാപ്പ് ഊരി പോന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്തു. ബെഡിലും കുറച്ച് ബലൂൺസൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു ലാമ്പല്ല, ചെറിയൊരു ലൈറ്റ് ഉണ്ട്, ഒരു വാം ലൈറ്റ്. അതിങ്ങനെ തൂക്കാമെന്നാണ് കരുതുന്നത്. പക്ഷെ സമയമില്ല, 10:30 ഇനിയിപ്പം അവർക്ക് റൂമിലേക്ക് വരണം. ഇനി ഞാൻ ആദ്യം ടൈം കളഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഡൗട്ട് അടിക്കും. ഇപ്പം തന്നെ ചെറിയൊരു സ്മെല്ലടിച്ചിട്ടുണ്ട്. സോ വേഗം പ്ലാൻ ചെയ്തിട്ട് വേഗം അവർ വിളിക്കാം നമുക്ക്. നമ്മൾ ലാമ്പ് ചുമ്മാ ഒരു വാലന്റൈൻസ് ഡേയുടെ ആ ഒരു ഷേപ്പിൽ മാത്രം ചുമ്മാ ഒന്ന് ഹാങ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് വാട്ടർ സെൻസറിങ് ദിയുണ്ട്. മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ലാമ്പ് കത്തുന്നത്, വെള്ളം ഒഴിക്കുമ്പോൾ ലൈറ്റ് കത്തണത്. സോ നമുക്കിത് വർക്ക് ചെയ്യാൻ നോക്കാം. അന്ന് വർക്ക് ചെയ്തതാണ് ദീപാവലിക്ക് വാങ്ങിച്ചിട്ട്. ഇപ്പോൾ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി. വർക്ക് ചെയ്താൽ ഇതും കൂടെ വെച്ച് ആ ഒരു ആംബിയൻസ് ഒന്ന് ഫിൽ ചെയ്തിട്ട് അവരെ വേഗം വിളിക്കാം. ഇതിൻ്റെ മുകളിൽ ചുമ്മാ രസത്തിന് വേണ്ടി വെക്കണേണ്. ഇത്ര സാധനം അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയിട്ടാണ് ഒന്ന് സെറ്റ് ചെയ്തത്. ചുമ്മാ ഒരു ആംബിയൻസിന് ഇട്ടിട്ടാണ്. ഇനി ഇത് വർക്ക് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. ഓഫ്, കത്തുന്നുണ്ടടാ. അപ്പം എല്ലായിടത്തും കത്തിച്ച് വെക്കാം. ദേ, ഇതാണ് ഇപ്പം നമ്മുടെ ലുക്ക്. ഇവിടെ ടേബിളിൻ്റെ മുകളിൽ 2 ലാമ്പ്, ഓർബിസിൻ്റെ ഇവിടെ, കട്ടിൻ്റെ മുകളിൽ കുറച്ച് ബലൂൺസ്, ഹാപ്പി വാലന്റൈൻസ് ഡേ ബാനർ, ആ ഒരു ഹാങ്ങിങ് ലൈറ്റ്, പിന്നെ കയറി വരുന്ന ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ബലൂൺസൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ഉള്ളുന്നത് പരിപാടി. നമ്മുടെ പ്രോഗ്രാംസൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി. ഇനി വരുമ്പോൾ ജസ്റ്റ് സർപ്രൈസ് ചെയ്താൽ മാത്രം മതി. എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് കരുതുന്നു. മുഖത്തൊരു ഹാപ്പിനെസ് അത് കണ്ടാൽ മതി. അതായത് നമ്മൾ ചെയ്ത എഫേർട്ടിന് അവർ സർപ്രൈസ്ഡായി എന്ന് കണ്ടാൽ മതി. നമ്മൾ ചെയ്ത ആ ഒരു ഇതിനു വേണ്ടി എടുത്ത സമയവും ആ ഒരു എഫേർട്ടും അതെല്ലാം വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്തൊരു ഇതാണിത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അവരുടെ മുഖത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്തത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രം കണ്ടാൽ മതി. ഞാൻ ഹാപ്പിയായി. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി ഡ്രസ്സപ്പൊന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ നിൽക്കണ അതേ ഡ്രസ്സിൽ നിൽക്കണേണ്. കണ്ട, ഒന്ന് ചുമ്മാ ഒന്ന് ഡ്രസ്സപ്പ് ചെയ്ത്, എന്തായാലും സർപ്രൈസ് അല്ലേ, വാലന്റൈൻസ് ഡേ സർപ്രൈസ് അല്ലേ, അപ്പോൾ ചുമ്മാ ഒന്ന് ഡ്രസ്സപ്പ് ചെയ്തിട്ട് വരാം. സോ ഓക്കെ, ഞാൻ റെഡി ആയിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു റെഡും വൈറ്റൊക്കെ ഉള്ളൊരു ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്, വാലന്റൈൻസ് ഡേ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോണേന്. നോക്കട്ടെ എങ്ങനെയാവും എന്ന്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി അവരെ വിളിക്കാം. സമയം 10:30 കഴിഞ്ഞു. ഇനി വിളിക്കാം. സോ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വിളിക്കാൻ വേണ്ടി. ഓൾറെഡി ഞാൻ ലാമ്പൊക്കെ ടേബിളിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ ഓൺ ചെയ്തിട്ട് ഫുൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അവർ വിളിക്കാം. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. ഇപ്പോൾ കാണാൻ ഭയങ്കര രസമുണ്ട്. ഹാങ്ങിങ് ലൈറ്റും പിന്നെ ആ ഒരു ടേബിൾ ലാമ്പ് മാത്രമേ കത്തിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു വെട്ടോണി മൊത്തത്തിൽ കാണുന്നത്. ഞാൻ പപ്പനെ ഫോണിൽ വിളിക്കാൻ പോകുന്നതാണ്. സോ ലെറ്റ്സ് സീ. ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട്. അവരിപ്പോൾ എത്തും. ലൈറ്റ് അവർ കയറി വരുമ്പോൾ ഓൺ ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക്നെസ്സിൽ കിട്ടുമോ എന്നറിയില്ല.
മിക്കവാറും ഞാൻ ഡോറിൻ്റെ ലോക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. എന്തായാലും ഇതിനെപ്പറ്റി അവർക്ക് ഞാൻ എന്തൊക്കെയോ ഇതിൻ്റെ അകത്തുനിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് നല്ല സ്മെല്ലടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അവർക്ക് അതിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് പപ്പക്ക്. ഇനി എല്ലാ സർപ്രൈസും അറിഞ്ഞുകൊണ്ട് ആൾ അഭിനയിച്ച് തകർക്കുമെന്നറിയില്ല, നോക്കാം. കാരണം പുള്ളിക്ക് ഏകദേശമൊക്കെ ഒരു സ്മെല്ലടിച്ചിട്ടുണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് റൂമിൽ. അല്ലാണ്ട് ഞാനിങ്ങനെ ഹൈഡ് ചെയ്തിരിക്കില്ലെന്ന് പുള്ളിക്ക് നേരം മനസ്സിലായിട്ടുണ്ട്. ഇനി അറിഞ്ഞുകൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അഭിനയിച്ച് തകർക്കുമെന്നറിയില്ല. എന്തായാലും മതി, പുള്ളിയുടെ ആ എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ മതി. ഒരാളുടെ ഒച്ച കേൾക്കുന്നുണ്ട്. ആ ഓപ്പൺ. ഹാപ്പി വാലന്റൈൻസ് ഡേ. Thank you, my dear. How is it? Awesome. എങ്ങനെയുണ്ട്? Super. ഇതിനെപ്പറ്റി പപ്പക്ക് എന്തെങ്കിലും സ്മെല്ലടിച്ചായിരുന്ന? സത്യം പറ. എന്തോ ചെയ്യുന്നുണ്ടെന്നൊരു സ്മെല്ലടിച്ചില്ലേ? എന്തോ ഉണ്ടെന്ന് കേട്ടോ, പക്ഷെ ഇത് ഇത്ര സ്പെഷ്യൽ ആവുന്ന വിചാരിച്ചില്ല. താങ്ക് യു സോ മച്ച്. ആൻജി എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അത് കേട്ടാ മതി. എനിക്ക് ലൈറ്റ് ഇരട്ടെ. ഇനി വെട്ടത്തിലെല്ലാം ഒന്ന് കാണ്. ആൻജിക്കുള്ള ബലൂണാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. പ്ലാൻ ചെയ്ത ആ ഒരു വാലന്റൈൻസ് ഡേ സർപ്രൈസ് തിരക്കിടില്ലാത്ത രീതിയിൽ നടന്ന്. പുള്ളിക്ക് ഏകദേശം ഒരു സ്മെല്ലുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയാണോ അഭിനയിച്ച് തകർത്തതെന്ന് അറിയില്ല, പക്ഷേ ഐ ആം സോ ഹാപ്പി. നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്ന്. സോ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും എന്തായാലും എന്നെ അറിയിക്കുക. നമ്മുടെ എന്നാലും ആ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവുള്ളൂ നമ്മൾ തമ്മിലുള്ള. ദെൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഹാപ്പി ആൻഡ് എൻ്റർടൈനിങ് ആയ വീഡിയോ ആയിട്ട് പിന്നെ കാണും വരെ ബൈ.